ഹലോ കൂട്ടുകാരെ, അപ്പൊ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കാൻ സഹായിക്കുന്ന ചില മാർഗങ്ങൾ അല്ലെങ്കിൽ ടിപ്സുകളാണ് ഈ ഒരു വീഡിയോയിൽ ഇന്നിപ്പോ പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാം നല്ലോണം വായിക്കാറുണ്ട്, പഠിക്കാറുണ്ട്. ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ കുറച്ച് സമയം കഴിയുമ്പോൾ മറന്നു പോകാറുണ്ട് അല്ലേ? അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പഠിക്കുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ എന്താണ്, അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി, എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വായിക്കുക. എങ്കിൽ മാത്രമുള്ളൂ നിങ്ങളുടെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് അത് കൃത്യമായിട്ട് ചെല്ലത്തുള്ളൂ. അപ്പൊ അങ്ങനെ പഠിച്ചത് മറക്കാതെ ഓർമ്മയിൽ നിൽക്കാനുള്ള ഒരു 7 ടിപ്സുകളാണ് ഞാൻ ഇവിടെ നിന്ന് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ ഇങ്ങനെ സ്പേസ്ഡ് റെപ്പറ്റേഷൻ എന്ന് പറയും. അതായത് റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ഇന്നൊരു കാര്യം പഠിക്കുന്നുണ്ട്, ആ പഠിച്ച കാര്യങ്ങൾ ഒരു 2 ദിവസം കഴിഞ്ഞ് ഒരു 3-ാമത്തെ ദിവസം ഒന്നുകൂടെ നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? പിന്നെ അതൊരു 7-ാം ദിവസം അല്ലെങ്കിൽ വീക്കെൻഡ് ആയിക്കോട്ടെ, വീക്കെൻഡിൽ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പം ഇന്നൊരു കാര്യം പഠിക്കുക, ആ പഠിക്കുന്ന കാര്യം നമ്മൾ പഠിക്കാൻ ചിലപ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുത്തെന്ന് വിചാരിക്കാം. അതിനുശേഷം നമ്മളൊരു 3-ാം ദിവസം നമ്മളത് റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ 3-ാം ദിവസം നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇത്രയും സമയം വേണ്ടി വരുകയല്ല. ദെൻ അടുത്തൊരു വീക്കെൻഡിൽ നമ്മൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത്രയും കൂടെ സമയം വേണ്ടി വരികയില്ല. അപ്പം അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടുതൽ സമയം അല്ലെങ്കിൽ കൂടുതൽ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് നിൽക്കാൻ സാധിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത്. അതായത് ആവർത്തിച്ച് പഠിക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ ഒരു വിഷയം ഒരിക്കൽ പഠിച്ചാൽ മാത്രം പോരാ, ഒരു ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഒരു 3-ാം ദിവസം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ദെൻ ഒരു വീക്കെൻഡിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ദെൻ അടുത്തൊരു മെത്തേഡാണ് മേക്ക് യുവർ ഓൺ നോട്ട്സ്. അതായത് സ്വന്തമായിട്ട് കുറിപ്പുണ്ടാക്കുക. നിങ്ങളിപ്പോ അറിയാം, നിങ്ങൾ പഠിക്കുന്ന ഒരു വലിയ പാരഗ്രാഫ് ആയിരിക്കാം. ആ പാരഗ്രാഫിനെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പോയിന്റ്സുകളാക്കി മാറ്റുക. അതിൽ മെയിൻ പോയിന്റ്സുകളൊക്കെ കാണുമല്ലോ, ആ മെയിൻ പോയിന്റ്സുകളൊക്കെ ബുള്ളറ്റ്സ് പോയിന്റ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണ് ചെറിയ ചെറിയ ആരോ മാർക്കൊക്കെ ഇട്ട് കീ പോയിന്റ്സുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, നിങ്ങളുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഷോർട്ട് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കുക മെയിൻ പോയിന്റുകൾ. ആ മെയിൻ പോയിന്റുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതിലെ ഐഡിയ അല്ലെങ്കിൽ ആ പാരഗ്രാഫിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ സ്വന്തമായിട്ട് കുറിപ്പുണ്ടാക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ കുറിപ്പുണ്ടാക്കുമ്പോൾ നമുക്ക് എക്സാമിനൊക്കെ പോകുമ്പോൾ ആ സമയത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ദെൻ അടുത്തൊരു മെത്തേഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ടീച്ച് സമ്മൺ എൽസ്. അതായത് പഠിച്ചത് മറ്റൊരാളെ നമ്മൾ പഠിപ്പിക്കുക. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിരിക്കും, നിങ്ങളൊരു പോർഷൻ പഠിച്ചു, നിങ്ങളുടെ ഫ്രണ്ട്സിന് ആ പോർഷൻ മനസ്സിലായില്ല അല്ലെങ്കിൽ അവർ പഠിച്ചില്ല എന്ന് വിചാരിച്ചു, അവരെ നിങ്ങൾ പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അവർക്ക് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്നുകൂടെ ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പറയുമ്പോൾ അതാണ്, പഠിപ്പിക്കുമ്പോൾ അതാണ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടെ നിങ്ങൾ അത് ബ്രെയിനിലേക്ക് സ്റ്റോർ ചെയ്യും. അത് കൂടാതെ തന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു പോർഷൻ നിങ്ങൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതിൽ എന്തുമാത്രം കുറവുകൾ ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതൊരു ബെസ്റ്റ് മെത്തേഡ് ആണ് കേട്ടോ, ടീച്ച് സമ്മൺ എൽസ്. അതായത് നിങ്ങൾ പഠിച്ചത് മറ്റൊരാളെ പഠിപ്പിക്കുക എന്നുള്ളത്. ദെൻ അടുത്തൊരു മെത്തേഡാണ് യൂസ് മൈൻഡ് മാപ്സ് ആൻഡ് വിഷ്വൽസ്. അതായത് മൈൻഡ് മാപ്സ്, നിങ്ങൾ ഒരു പഠിച്ചൊരു കാര്യം ഉണ്ടല്ലോ, ഒരു ചാപ്റ്റർ, ആ ചാപ്റ്ററിനെ ഒന്ന് ചുരുക്കി വെച്ച് ഒരു സെൻട്രൽ ഒരു മെയിൻ ഹെഡിങ് കൊടുക്കുക. അതിന് ചുറ്റും ബാക്കി മെയിൻ പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്ന് ഇൻക്ലൂഡ് ആയിട്ട് ആ മെയിൻ പോയിന്റ്സുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതാണ് മൈൻഡ് മാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ വിഷ്വൽസ്, ചെറിയ ചെറിയ പടങ്ങൾ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ പടങ്ങളൊക്കെ നിങ്ങൾ ശേഖരിച്ച് ഒട്ടിച്ചു വെക്കുക. അല്ലെങ്കിൽ മൈൻഡിൽ തന്നെ ഇപ്പൊ സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്കറിയാം ലൈറ്റുമായിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ടൊന്ന് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മൈൻഡിൽ അങ്ങനെ ഒരു വിഷ്വൽസ് നമ്മൾ കൊണ്ടുവരിക. അതിൻ്റെതായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്തിട്ട് ആ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സുകളോ അല്ലെങ്കിൽ പോയിന്റ്സുകളൊക്കെ എഴുതുന്നിടത്ത് നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ്. പെട്ടെന്ന് ആ ഒരു ചാപ്റ്ററിലെ കൺസെപ്റ്റ് മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു മൈൻഡ് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ. മനസ്സിലായല്ലോ? ഇനി അടുത്തൊരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആസ്ക് ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻസ്. അതായത് ചോദ്യം ചോദിക്കുക, അതുപോലെ തന്നെ ഉത്തരം കണ്ടെത്തുക. നിങ്ങളൊരു പോർഷൻ പഠിച്ചു അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് പഠിച്ചു, ആ പാരഗ്രാഫിൽ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ. വാട്ട്, വൈ, ഹൗ, എങ്ങനെ, എന്തോ, അങ്ങനെയൊക്കെ പറഞ്ഞ് എവിടെ, അതൊക്കെ വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ ചെറിയൊരു 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ആ ഒരു ക്വസ്റ്റ്യൻസ് നമ്മൾ ഉണ്ടാക്കും. അതിന്റെ ആൻസറുകൾ നമുക്ക് തന്നെ പറയാൻ ശ്രമിക്കുക, നമ്മൾ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ എഫക്റ്റീവ് ആണ്. എക്സാമിനൊക്കെ ഏത് തരത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും.
ഒരു പാരഗ്രാഫ് നോക്കുക. ആ പാരഗ്രാഫ് പഠിച്ചതിന് ശേഷം അതിലെ ക്വസ്റ്റ്യൻസുകൾ സ്വയം തയ്യാറാക്കുക. പല രീതിയിൽ തയ്യാറാക്കാൻ സാധിക്കും, ഇല്ല 1 വേർഡ് മതി. അപ്പം നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും എക്സാമിന് ഏത് വെറൈറ്റി തലതിരിഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാം. അപ്പൊ ഏത് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാലും ആ പോർഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? അടുത്തത് പറഞ്ഞിരിക്കുന്നത് റീഡ് അലൗഡ്, അതായത് ഉറക്കെ നമ്മൾ വായിക്കുക. നമ്മൾ വായിക്കാറുണ്ട്, ചില കുട്ടികളൊക്കെ നമുക്കറിയാം പുസ്തകം തുറന്നു വെച്ചിട്ട് ചുണ്ടനങ്ങുന്ന കാണാം. അങ്ങനെയല്ല വായിക്കേണ്ടത്. നമ്മൾ ഉറക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ കേൾക്കണം. അങ്ങനെ കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ സൗണ്ട് നമ്മുടെ ചെവിയിലേക്ക് തന്നെ വരിക. അത് കേൾവി മൂലം അതായത് നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിലേക്ക് സ്റ്റോർ ചെയ്ത് നിൽക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം ആ ഒരു അങ്ങനെ കേൾക്കുന്നത് മൂലം എന്താണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് നിൽക്കും. നമ്മുടെ ബ്രെയിനെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. അപ്പം നല്ല ഉറക്കെ വായിക്കുന്ന സമയത്ത് ശബ്ദം നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നുണ്ട്. ആ കേൾക്കുന്ന ശബ്ദം നമ്മുടെ ബ്രെയിനിലേക്ക് എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. പിന്നെ അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ഇങ്ങനെയൊക്കെ വായിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഒരു നല്ല അറ്റ്മോസ്ഫിയറിൽ ഇരിക്കണം. നമ്മുടെ മൈൻഡ് ഒരു കാം ആയിട്ടിരിക്കണം. പല പല കാര്യങ്ങളിൽ മൈൻഡ് ഡൈവേർട്ടഡ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് വായിക്കാന്നുള്ള മാത്രമേ ഉള്ളൂ. നമ്മുടെ ബ്രെയിനിലേക്ക് അത് കയറില്ല, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലേക്ക് അത് കയറില്ല. അപ്പൊ അങ്ങനെ ശാന്തമായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഉറക്കം കൂടെ ആവശ്യമാണ്, അല്ലെ? ഗുഡ് സ്ലീപ്പ് ആവശ്യമാണ്. അത് കാം മൈൻഡ് ആൻഡ് ഗുഡ് സ്ലീപ്പ് എന്ന് പറയാം. അതായത് നമ്മൾ ശാന്തമായിട്ടുള്ള മനസ്സായിരിക്കണം. മനസ്സും ശരീരവും എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ശാന്തമായിട്ടിരുന്ന് പഠിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പം പഠിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ പഠിക്കാനിരിക്കുന്നതിന് മുന്നേ നമ്മുടെ മനസ്സും ശരീരവും മെയിനായിട്ട് കാമാക്കുക, ശാന്തമാക്കുക. കുറഞ്ഞത് ഒരു 7-8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 6-7 മണിക്കൂറെങ്കിലും കൃത്യമായിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ആ ഉറക്കം കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പാക്കുക. അപ്പൊ ഉറക്കത്തിലൂടെ തന്നെ നമ്മുടെ ബ്രെയിനെ ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള മെത്തേഡുകളൊക്കെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് നിൽക്കാൻ സാധിക്കും. അപ്പൊ എന്തൊക്കെയാണ് മെയിൻ പോയിന്റുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? 7 പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. സ്പേസ്ഡ് റെപ്പറ്റേഷൻ ഒന്നാമത്തെ ഒരു പോയിന്റ് ആണ്. സ്പേസ്ഡ് റെപ്പറ്റേഷൻ, അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുക, ഇടവേളകളിൽ റിപ്പീറ്റ് ചെയ്യുക. ദെൻ മേക്ക് യുവർ ഓൺ നോട്ട്സ്, നമ്മൾ നമ്മുടേതായ രീതിയിൽ നോട്ട്സ് തയ്യാറാക്കുക. ദെൻ ടീച്ച് സമ്മൺ എൽസ്, പഠിച്ചത് മറ്റൊരാളെ നമ്മൾ പഠിപ്പിക്കുക. ദെൻ അടുത്ത എന്താണ്? യൂസ് മൈൻഡ് മാപ്സ് ആൻഡ് വിഷ്വൽസ്, മൈൻഡ് മാപ്സും അതുപോലെ തന്നെ വിഷ്വൽസ്, ചാർട്ടുകളോ ചിത്രങ്ങളൊക്കെ ഉപയോഗിച്ച് പഠിക്കുക. ദെൻ ആസ്ക് ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻസ്, ചോദ്യം ചോദിക്കുക, ദെൻ അതിന്റെ ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തുക. ദെൻ റീഡ് അലൗഡ്, ഉറക്കെ വായിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താണ്? കാം മൈൻഡ് ആൻഡ് ഗുഡ് സ്ലീപ്പ്, ശാന്തമായ മനസ്സ്, അതുപോലെ തന്നെ നല്ല ഒരു ഉറക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെ ശാന്തമായ മനസ്സോടെ നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കും. പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ നമുക്ക് സൂക്ഷിക്കാനും സാധിക്കും. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറക്കാതെ ഇരിക്കാൻ, ഓർമ്മയിൽ നിലനിർത്താൻ ഈ ഒരു 7 മാർഗങ്ങൾ നിങ്ങൾ സ്വീകരിക്കുക. താങ്ക് യു.